ഉയിരിലലിയാൻ രചന, സംഭാഷണം രുദ്രപ്രിയ. ഏറ്റെടുത്ത കോൺട്രാക്റ്റുകൾക്ക് അവരെ നേരിൽ കണ്ട് തന്നെ കാശി കാര്യങ്ങൾ വ്യക്തമാക്കി. പ്രോജക്റ്റ് രണ്ടും ഭംഗിയായി ചെയ്യുമെന്ന് വാക്കും കൊടുത്തു. ജിതിനെയും കൂട്ടിയാണ് കാശി ക്ലയൻറ്റിനെ കാണാൻ പോയത്. കാശിയുടെ ഇടപെടലുകൾ അവർക്ക് വലിയ ആശ്വാസമാണ് പകർന്നത്. പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് അവരും അറിയിച്ചു. 2 ആഴ്ച കൊണ്ട് തന്നെ ഓഫീസ് പഴയ രീതിയിലേക്കാക്കി. ഇതിനിടയിൽ സ്റ്റാഫുകളുമായി നല്ലൊരു ബന്ധം കെട്ടിപ്പടുക്കാൻ കാശിക്ക് കഴിഞ്ഞു. അന്ന് വൈകുന്നേരം ഓഫീസിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജിതിനെയും കൂട്ടി കാശി 1-2 സ്ഥലങ്ങളിൽ വിശ്വത്തെ അന്വേഷിച്ചു പോയിരുന്നു. ഒടുവിൽ നിരാശയോടെയായിരുന്നു മടക്കം. ജിതിനെ അവൻ്റെ വീട്ടിലേക്കാക്കി. വരൂ സർ, ആദ്യമായി വരുന്നതല്ലേ, ഒന്ന് കയറിയിട്ട് പോകാം. വേണ്ട, ഇപ്പോൾ വരാൻ പറ്റിയ ടൈമല്ല. അപ്പോൾ തന്നെ നേരെ ഒരുപാട് വൈകി, ഇനി ഒരിക്കൽ വരാം പറഞ്ഞുകൊണ്ട് കാശി ഫ്ലാറ്റിലേക്ക് തിരിച്ചു. ഡോർ തുറന്നകത്തേക്ക് കയറുമ്പോൾ ശരിക്കും ക്ഷീണിച്ചിരുന്നു. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നായി. ഇത്രയും നേരം അലഞ്ഞതുകൊണ്ട് തന്നെ വല്ലാതെ മുഷിഞ്ഞുപോയി അവൻ. അതുകൊണ്ട് ആദ്യം ഒന്ന് ഫ്രഷായി. വിശക്കുന്നുണ്ട്. ഉച്ചയ്ക്കൊരല്പം ഭക്ഷണം കഴിച്ചതാണ്. പക്ഷേ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മാത്രമേ കഴിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ മടിയോടുകൂടി ബെഡിലേക്ക് വീണു. കിടന്ന പാടെ കാശി ഉറക്കത്തിലേക്ക് വഴുതി വീണു. കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുത്തുറക്കിയതിന് ശേഷം കൺമണി മൊബൈലുമായി ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു. കാശിയുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർക്കുമ്പോൾ അവളിൽ പരിഭവവും പിണക്കവും ഒക്കെ ഉറഞ്ഞുകൂടി. നിരന്തരമായി ഫോൺ റിങ് ചെയ്യുന്ന കേട്ടാണ് കാശി ഉണരുന്നത്. കയ്യെത്തിച്ച് ഫോൺ എടുക്കുമ്പോൾ സ്ക്രീനിൽ കൺമണിയും കുഞ്ഞുങ്ങളും. അതോടുകൂടി മാറി നിന്നിരുന്ന ഊർജം 10 മടങ്ങ് വേഗത്തിൽ ശരീരത്തിലേക്ക് ഇരച്ചു കയറി. കണ്ണേ, ഹാപ്പി ബർത്ത്ഡേ എൻ്റെ പൊന്നേ. തുടരെയുള്ള ചുംബനത്തിൽ പെണ്ണിൻ്റെ പിണക്കവും പരിഭവവും അലിഞ്ഞില്ലാതായി. ഫോണിലൂടെയാണെങ്കിലും കാശിയുടെ ചുംബനങ്ങൾ അവളെ തളർത്തി. പെണ്ണ് ചുവന്നുപോയി. കാശിയേട്ടാ, കണ്ണനെയും മക്കളെയും മറന്നോ? ഇന്ന് വിളിച്ചില്ലല്ലോ എന്നെ. ശബ്ദത്തിൽ പരിഭവം നിറഞ്ഞു. ഇല്ലടാ, അങ്ങനെ നിന്നെയും മക്കളെയും മറന്നാൽ പിന്നെ എനിക്കൊരു ജീവിതമുണ്ടോ? രാവിലെ മുതലുള്ള തിരക്കുകളും വിശ്വത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഒക്കെ അവളോട് പങ്കുവച്ചപ്പോൾ അല്പം ആശ്വാസമുള്ളതായി കാശിക്ക് തോന്നി. ഇടയ്ക്ക് ഓർത്തതാണ് കുഞ്ഞേ നിൻ്റെ പിറന്നാൾ. പക്ഷെ അപ്പോൾ വിളിക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. നീ ഏട്ടനോട് പിണങ്ങല്ലേ? കാശിയുടെ സ്വരം അത്രമേൽ ആർദ്രമായി. എനിക്ക് കാണാൻ തോന്നുന്നു. മുറുകെ കെട്ടിപ്പിടിക്കാനും മുഖം മുഴുവൻ ഉമ്മവയ്ക്കാനും. വീണ്ടും പരിഭവത്തിൻ്റെ മൂടുപടത്തിലായി കൺമണി. ആ പഴയ കണ്ണൻ. കാശി ഒരു നിമിഷ ആലോചനയോടുകൂടി ഇരുന്നു. പരിഭവിച്ചിരിക്കുന്ന പെണ്ണിൻ്റെ മുഖത്തെക്കുറിച്ച് ഓർത്ത്. സ്വതവേ ചുവന്ന ചുണ്ടുകൾ അല്പം കൂടി പുറത്തേക്ക് കൂർപ്പിച്ച് വെച്ചിരിക്കുന്നതും വിടർന്ന അവനോടുള്ള പ്രണയം തുളമ്പി നിൽക്കുന്ന കണ്ണുകളും ആ മുഖം മുഴുവൻ ചുംബിക്കാൻ തോന്നി കാശിക്കും. കുറേ നാളിനിപ്പുറം ആദ്യമായാണ് ഇത്രയും ദിവസം കൺമണിയെ പിരിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വേദന ഇരുവരിലും ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള ഈ അത്യാവശ്യവും ഒഴിവാക്കാൻ പറ്റുന്നതുമല്ല. ഒടുവിൽ എന്തൊക്കെയോ പറഞ്ഞ് പെണ്ണിനെ സമാധാനിപ്പിച്ചതിന് ശേഷമാണ് ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത്. മുഖം തലയണയിൽ അമർത്തി വെങ്ങിപ്പെട്ടുമ്പോൾ അവളെ കുട്ടിക്കളി മാറാത്ത കണ്ണനായി മാറി. ഭക്ഷണം കഴിക്കാൻ രാഗിണി വന്ന് വിളിച്ചിട്ടും കൺമണി ചെന്നില്ല. ഒടുവിൽ നിർബന്ധിച്ച് ഒരു ഗ്ലാസ് പാല് അച്ഛൻ കൊണ്ട് കൊടുക്കേണ്ടി വന്നു അവളെ കുടിപ്പിക്കാൻ. എൻ്റെ രാജീവേട്ടാ, എന്തൊക്കെയായി ഈ കാണിക്കുന്നേ? അപ്പുറത്തെ മുറിയിൽ അമ്മയുണ്ട്. രാധയുടെ ചിണുങ്ങലിൻ്റെ ഒച്ച കൂടി. ഇതിപ്പോൾ കൊള്ളാമല്ലോ പെണ്ണേ, നിന്നെ ഒന്ന് തൊടാൻ പോലും പറ്റില്ലേ? ഇത്ര ഈക്കിളി നിനക്ക് മാത്രം എവിടെ ഇരിക്കുന്നു? രാജീവിന് ദേഷ്യം വന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും അവളുടെ നാണം മാറിയിട്ടില്ല ഇതുവരെ. ദേഹത്തൊന്നും തൊടാൻ പറ്റില്ല. പെണ്ണപ്പോൾ തുടങ്ങും ചിരിയും ബഹളവും. ഇതിന് ഞാൻ എങ്ങനെ മെരുക്കും എൻ്റെ ഭഗവാനെ? അവളിലേക്ക് കൈവിരലുകൾ കൊണ്ട് കുസൃതി കാണിക്കുമ്പോൾ ഫോൺ ശബ്ദിച്ചു. ഈ നേരത്തെ ഇതാരാ ഉറക്കമില്ലാതെ കിടന്ന് വിളിക്കുന്നത്? ദേഷ്യത്തോടു കൂടി പെറുപുറത്തു. എന്നാൽ ഫോൺ കയ്യെത്തിച്ചെടുക്കുമ്പോൾ ചുണ്ടിൽ ചിരിയാണ്. സ്ക്രീനിൽ തെളിഞ്ഞ കാശിയുടെ മുഖം കണ്ടിട്ടായിരുന്നു ആ പുഞ്ചിരി പോലും. കഴിഞ്ഞ ദിവസം കുന്നത്ത് പോയപ്പോൾ അറിഞ്ഞിരുന്നു കാശി അവിടെ ഇല്ലെന്ന്. ഇത്രയും ദിവസം മാറി നിൽക്കുന്നത് തന്നെ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇപ്പുറമാണ്. അവിടെ പോയിട്ട് വന്നപ്പോൾ മുതൽ രാധ പറയുകയാണ് കൺമണിക്ക് കാശിയേട്ടനില്ലാതെ ഒരു ഉഷാറും ഇല്ലെന്ന്. അപ്പോൾ മുതൽ ഈ വിളി പ്രതീക്ഷിച്ചിരുന്നു. കൺമണിയുടെ ഈ സന്തോഷമില്ലായ്മ രാധ പറയുമ്പോൾ തന്നെ കാശിയുടെ വിളി പ്രതീക്ഷിച്ചു. എന്താടാ നിനക്ക്, ഉറക്കമൊന്നുമില്ലേ ഈ പാതിരാത്രി? ഫോൺ എടുത്തപ്പോൾ തന്നെ ആദ്യം ചോദിച്ചതായിരുന്നു. ഭാര്യയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന നിനക്ക് എൻ്റെ വേദന മനസ്സിലാവില്ല. ഉവ്വേ, ഞാനൊന്നും പറയുന്നില്ല. തൽക്കാലം നീ ഒന്നും പറയുകയും വേണ്ട. എനിക്കതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലും അല്ല. നാളെ രാവിലെ തന്നെ രാധയെ നീ 2 ദിവസത്തേക്ക് അവിടെ കൊണ്ടുവന്ന് വിട്ടേക്കണം. എൻ്റെ കണ്ണനാകെപ്പാടെ സങ്കടം. രാധ കൂടെയുണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങ് മാറിക്കോളും. കൊള്ളാമടാ, സ്വന്തം കൂട്ടുകാരന് ഇതിൽ പരം ഒരു ദ്രോഹം ചെയ്ത് തരാനില്ല. കാശി അതിന് മറുപടി പറയാതെ പൊട്ടിച്ചിരിച്ചു. എടാ, 2 ദിവസം അവളില്ലാതെ ഞാൻ എങ്ങനെയാടാ? രാജീവ് നിവൃത്തിയില്ലാതെ ചോദിച്ചു പോയി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീയും കൂടി അവിടെ ചെന്ന് നിൽക്ക്. അപ്പോൾ പിന്നെ എൻ്റെ അമ്മയും പെങ്ങളും ഇവിടെ തനിച്ചാവില്ലേ?
വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. അവൾ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. എനിക്ക് പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ എൻ്റെ ആവശ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് വരേണ്ടി വരും. നിന്നോടെല്ലാം പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്. ഞാനും കൂടി അങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ കാശി? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്കാൻ മറക്കരുത്. നിന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടിയില്ലെങ്കിൽ നീ ഒരു വാക്ക് വിളിച്ചാൽ മതി. ഞാൻ രമേശനെയും കൂട്ടി അങ്ങ് എത്തിക്കൊള്ളാം. ഇപ്പോൾ തൽക്കാലം ആവശ്യമൊന്നുമില്ലടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. എന്നാൽ പിന്നെ നീ കിടന്നോ, ഞാൻ ഫോൺ വയ്ക്കുക. ആ ഫോൺ കോൾ കട്ടായപ്പോഴേക്കും രാധയും സുഖ ഉറക്കമായി. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, കട്ടിൽ കണ്ടാൽ പിന്നെ ഇവർക്ക് ഭ്രാന്താണ്. ഇതിനെ ഇനി എങ്ങനെ ഉണർത്തിയെടുക്കാൻ ഞാൻ ചില്ലറ പാടുപെടേണ്ടി വരുമല്ലോ എൻ്റെ ഈശ്വര. ഉറങ്ങിക്കിടക്കുന്നവളുടെ പിന്നിലൂടെ കൈചേർത്ത് പിടിക്കുമ്പോൾ പെണ്ണ് കുറുകലോടുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു. അവളെ കുറച്ചുകൂടി ചേർത്ത് പിടിച്ച് അവളുടെ ടോപ്പിനുള്ളിലൂടെ രാജീവിൻ്റെ വിരലുകൾ അരച്ചിറങ്ങി. പെണ്ണ് പൊളഞ്ഞു തുടങ്ങി. അവളെ വികാരത്തള്ളിച്ചയിലേക്ക് രാജീവിൻ്റെ വിരലുകൾ തളർത്തിക്കളഞ്ഞു. മൂളലുകളും ശീൽക്കാരങ്ങളും കടന്ന് ഇരുവരും കെട്ടിപ്പുണർന്നു മത്സരിച്ച് പ്രണയിച്ചു. ഒടുവിൽ ആ രാത്രി പുലർച്ചയിലേക്ക് വഴിമാറുമ്പോൾ ഇരുവരും തമ്മിൽ ഒന്നിലധികം തവണ പരസ്പരം പ്രണയം പങ്കിട്ടു. വെളുപ്പിനോടുകൂടിയാണ് രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണത്. 9 മണിയോടടുത്തപ്പോൾ ഇരുവരും ഫ്രഷായി റൂമിന് പുറത്തേക്ക് ഇറങ്ങി. രാജീവൻ്റെ അമ്മ വിളമ്പി വെച്ച ഭക്ഷണം കഴിച്ച് അമ്മയോട് പെണ്ണിനെ കുന്നത്ത് കൊണ്ടു വിടുന്നതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം കൺമണിക്കായി അമ്മ പൊതിഞ്ഞു നൽകിയ പലഹാരങ്ങളും വാങ്ങി രാധ രാജീവൻ്റെ അമ്മയുടെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. വന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ രാധയുടെ സ്വഭാവം ഏറെക്കുറെ അമ്മയും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ലേറ്റായി എഴുന്നേൽക്കുന്നതോ ഒന്നും അവർക്ക് വിഷമമുള്ള കാര്യമായിരുന്നില്ല. കാരണം അത്രമാത്രം തൻ്റെ മകനെയും അവൻ്റെ അനിയത്തിയെയും തന്നെയും സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി, നിഷ്കളങ്കതയോട് കൂടിയവൾ, കളങ്കമില്ലാത്തവൾ, അതൊക്കെയായിരുന്നു രാധ. കുന്നത്തെത്തുമ്പോൾ ഏകദേശം ഉച്ചയായി. ബൈക്ക് ഗേറ്റ് കടക്കുമ്പോൾ തന്നെ പിള്ളേരുടെ കരച്ചിൽ കേട്ടു. ബാഗ് രാജീവൻ്റെ മടിയിലേക്ക് തള്ളിക്കൊണ്ട് ചാടി ഇറങ്ങി വീട്ടിലേക്ക് ഓടി. ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് ഉറക്കാൻ ശ്രമിക്കുന്ന കൺമണിയാണ് കാണുന്നത്. രാധയെ കണ്ടപ്പോൾ തന്നെ കൺമണിയുടെ മുഖം വിടർന്നു. എന്നാൽ അവളുടെ നോട്ടം മുഴുവൻ മക്കളിലാണ്. ഞാൻ വന്ന ഉടനെ നീ എൻ്റെ മക്കളെ കിടത്തി ഉറക്കുന്നോ? അവരെ നോക്കാൻ എനിക്കറിയാം. കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് അവൾ നേരെ രാജീവനടുത്തേക്ക് ചെന്നു. പിന്നെ രണ്ടുപേരും കൂടി ചേർന്ന് കുഞ്ഞുങ്ങളെ കളിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മക്കൾക്കുറക്കമായി. കൺമണി അവർക്ക് പാല് കൊടുത്ത് ഉറക്കി. രാഗിണി 3 പേരെയും ഭക്ഷണം കഴിക്കാനായി കൂട്ടിക്കൊണ്ടുപോയി. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാണ് രാജീവൻ അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയത്. ഏകദേശം ഒരാഴ്ചയോളം വിശ്വത്തെ തിരഞ്ഞു നടന്നെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഇനിയും ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലെന്നും വിശ്വത്തിൻ്റെ ജീവന് തന്നെ അത് അപകടമായി തീരുമെന്നും തോന്നിയത് കൊണ്ട് തന്നെ ജിതിനും കാശിയും കൂടി ഒരു തീരുമാനത്തിലെത്തി. എത്രയും പെട്ടെന്ന് വിവരങ്ങളൊക്കെ കാണിച്ച് പോലീസിൽ ഒരു പരാതി നൽകുക. അങ്ങനെ പോലീസിൽ പരാതിപ്പെട്ടാലും ഒരു പ്രശ്നമുണ്ട്. കാണാതായി ഇത്ര നാളിന് ശേഷമാണോ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ച് പോലീസുകാരുടെ വായിലിരിക്കുന്നത് കേൾക്കണം. എന്ത് ചെയ്യണമെന്ന് ഇരുവർക്കും കൺഫ്യൂഷനായി. ഒടുവിൽ കമ്പനി അഡ്വക്കേറ്റിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് അയാൾ പറഞ്ഞതനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അഡ്വക്കേറ്റ് തന്നെ മുൻകൈയെടുത്ത് മിസ്സിങ്ങിൻ്റെ പേരിൽ പരാതി കൊടുത്തു. ഓഫീസിൽ പോലീസ് നേരിട്ടെത്തിയാണ് ഓരോരുത്തരിൽ നിന്നുള്ള വിവരങ്ങളും സ്വീകരിച്ചത്. കാശി ബാംഗ്ലൂർക്ക് വരാനുണ്ടായ കാരണവും നാട്ടിൽ തങ്ങാനുണ്ടായ കാര്യങ്ങളുമൊക്കെ പോലീസ് ചോദിച്ചു മനസ്സിലാക്കി. ജിതിൻ്റെ കയ്യിൽ നിന്നും ആ പെൺകുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന വീഡിയോയും കളക്ട് ചെയ്താണ് പോലീസുകാർ തിരിച്ചു പോയത്. 2 ദിവസം കഴിയുമ്പോൾ തന്നെ കാശിയെയും ജിതിനെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. കുറച്ച് ദിവസമായി സിറ്റിയിലെ പല CCTV ഫുട്ടേജുകളും പരിശോധിച്ച് അതിൽ നിന്നാണ് വിശ്വവും ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയും കൂടി നഗരത്തിൽ തന്നെയുള്ള പെട്രോൾ പമ്പിലെ CCTVയിൽ പതിഞ്ഞിരിക്കുന്നത്. ആ വഴിക്കാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ പെൺകുട്ടി പല കേസുകളിലും പ്രതിയാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക തട്ടിപ്പുകൾ. ഈ ഇടയ്ക്ക് വെച്ച് അവളുടെ പേരിലൊരു മയക്കുമരുന്ന് കേസ് കൂടി എത്തിപ്പെട്ടതാണ്. പക്ഷേ അവൾ മുകളിലുള്ള ആൾക്കാരുടെ ഇടപെടൽ കാരണം രക്ഷപ്പെട്ടു പോയി. എന്തായാലും നിങ്ങളുടെ കൂട്ടുകാരനെ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും മാസമായി അയാൾ പുറം ലോകവുമായി ബന്ധപ്പെടാതിരിക്കുമോ? സാർ, അവന് അമ്മയും പെങ്ങളും ഉള്ളതാണ്. അവർ ഇതുവരെയും ഇക്കാര്യം അറിയിച്ചിട്ടില്ല. അവന് ആപത്തൊന്നുമില്ലാതെ രക്ഷപ്പെട്ട് കിട്ടുമല്ലോ? വല്ലാത്ത ആശങ്കയോടെയാണ് കാശി അത് ചോദിച്ചത്. ഇപ്പോൾ സിറ്റിയിൽ ഒരുപാട് ഡ്രഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെയൊക്കെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ ആദ്യം കൂടുതൽ ഡോസിൽ ഡ്രഗ്സ് ഇഞ്ചെക്റ്റ് ചെയ്യും. പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ അടിമകളാക്കും. നിങ്ങളീ പറയുന്ന വിശ്വനാഥനും ഈ അവസ്ഥയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അവരെ ലൊക്കേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ നിങ്ങളെ അറിയിക്കാം. വളരെയധികം നിരാശയോടുകൂടിയാണ് ജിതിനും കാശിയും സ്റ്റേഷൻ വിട്ട് പുറത്തേക്ക് വന്നത്. കാശിക്ക് അന്ന് മനസ്സമാധാനമില്ലായിരുന്നു എന്നതാണ് സത്യം. ജിതിൻ, നമുക്ക് എന്തായാലും വിശ്വത്തിൻ്റെ വീട് വരെ ഒന്ന് പോയി നോക്കാം. 2-3 മാസമായി അവനില്ലാത്തത് കൊണ്ട് ചിലവും മറ്റു കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണെന്ന് ഒരു പിടിയുമില്ല.
ഞാനുള്ളപ്പോൾ അത് അന്വേഷിക്കണ്ടേ? എന്തായാലും കാശി പറഞ്ഞത് ശരിയാണ്. അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അതുവരെ പോയിട്ട് ഓഫീസിലേക്ക് പോകാം. അവിടെ ചെല്ലുമ്പോൾ അവരെങ്ങനെ ഫേസ് ചെയ്യുമെന്ന് വിശ്വത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ എന്ത് മറുപടി പറയുമെന്നും ആലോചിച്ച് രണ്ടുപേരും ഒരുപോലെ വിഷമിച്ചു. രാവിലെ കൺമണിക്കും രാധയ്ക്കും ഒപ്പം തന്നെയാണ് മക്കൾ ഉണർന്നത്. രണ്ടുപേരും കൂടി കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് താഴേക്ക് വന്നു. ആഹാ, ഇന്ന് നേരത്തെ എണീറ്റോ രണ്ടാളും? രാഗിണി ചോദിക്കുന്നതോടൊപ്പം തന്നെ ഉണ്ണിക്കുട്ടനെ കയ്യിലെടുത്തു. ഉണ്ണിക്കുട്ടന് രാഗിണിയോടാണ് ചായ്വ്, എന്നാൽ തങ്കത്തിന് മുത്തശ്ശനോടും. രാവിലത്തെ പണികളൊക്കെ തീർത്ത് എല്ലാവരും ആഹാരവും കഴിച്ച് കൊച്ചുവർത്തനവും പറഞ്ഞിരിക്കുമ്പോഴാണ് മുറ്റത്ത് പരിചയമില്ലാത്ത കാർ കയറി വന്നത്. എന്നാൽ കാറിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരെ കണ്ടപ്പോൾ കൺമണിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കി. സത്യം പറഞ്ഞാൽ വിവാഹത്തിന് കണ്ടതിൽ പിന്നെ ഇന്നാണ് ജഗനും തങ്കവും കുന്നത്ത് വരുന്നത്. കാശിയേട്ടൻ്റെ അപ്പച്ചിയും മാമനുമാണ്. ഇവർക്ക് 2 മക്കളാണ്, മിത്രയും മിഥുനും. മിഥുൻ ചേട്ടൻ പാവമാണ്, പക്ഷേ മിത്ര എന്ന് പറയുന്നവൾ അഹങ്കാരി. കാശിയേട്ടനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് അത്ര പിടുത്തമില്ല. പക്ഷേ അമ്മാവൻ പാവമാണ്. നിനക്ക് ഓർമ്മ കാണും, അന്ന് സ്വർണവും ഡ്രസ്സും തരാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മാവനും ഉണ്ടായിരുന്നു. രാധയോട് കൺമണി വിശദമായി തന്നെ രണ്ടുപേരെയും പരിചയപ്പെടുത്തി. കുറേ നാളിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. എന്താണാവോ ഉദ്ദേശം? എന്തായാലും ആ തള്ളയുടെ മുഖം കണ്ടിട്ട് അത്ര നല്ല ഉദ്ദേശമാണെന്നൊന്നും തോന്നുന്നില്ല. എന്തെങ്കിലും ചെറ്റ വർത്തമാനവുമായി എൻ്റെ അടുത്ത് വന്നാൽ തള്ള വിവരം അറിയും. രാധയുടെ വർത്തമാനം കേട്ടപ്പോൾ കൺമണി അന്തം വിട്ട് അവളെ നോക്കി. എൻ്റെ പൊന്നു രാധയെ, നീ ആ തള്ളയോട് ആവശ്യമില്ലാതെ വഴക്കിനൊന്നും പോകരുത്. അത് നമുക്കാണ് നാണക്കേട്. എന്നോട് ചൊറിയാൻ വന്നാൽ ഞാൻ തിരികെ മാന്തും എന്നേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഉമ്മറപ്പടിയിലേക്ക് എത്തിയിരുന്നു വന്നവർ. എന്താ നാത്തൂനെ, ഞങ്ങൾ കണ്ടിട്ട് മനസ്സിലായില്ലേ? മുഖത്തൊരു സന്തോഷമില്ലായ്മയുണ്ടല്ലോ. എൻ്റെ പൊന്നു തങ്കം, വന്നപ്പോൾ തന്നെ നീ ഇങ്ങനെ ഓരോന്ന് പറയാതെ അകത്തേക്ക് വാ. യാത്രാക്ഷീണം കാണും. മുന്നിൽ നിൽക്കുന്ന കൺമണിയെയോ അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളെയോ ശ്രദ്ധിക്കാതെ തങ്കം വച്ചടിച്ചതുപോലെ അകത്തേക്ക് ചെന്നു. എന്നാൽ പിന്നാലെ വന്ന ജഗൻ അവളുടെ കയ്യിലിരുന്ന ഓമനകളെ വാരിയെടുത്തു. മുത്തശ്ശൻ്റെ ചക്കരകളെ, നിങ്ങൾക്ക് എന്നെ അറിയാമോ? വളരെ സ്നേഹത്തോടുകൂടിയാണ് കുഞ്ഞുങ്ങളെ അയാൾ കൊഞ്ചിച്ചത്. പെട്ടെന്ന് അത് കണ്ടപ്പോൾ തങ്കത്തിന് പിടിച്ചില്ല. വന്ന് കയറിയതേ ഉള്ളൂ ജഗേട്ട, നിങ്ങൾ വന്ന് വേഷമൊക്കെ മാറും പറഞ്ഞുകൊണ്ട് തങ്കം വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി. രാഗിണി, എനിക്ക് കുടിക്കാനായി തണുത്തതെന്തെങ്കിലും. ജഗേട്ടന് ഷുഗറിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് മധുരം ചേർക്കാത്തതൊന്നും കൊടുക്കണ്ട. കൂട്ടത്തിൽ അതും പറയാൻ മറന്നില്ല തങ്കം. എന്താ ജഗന്നാഥ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന്? ശേഖരമാമ്പ ചോദിച്ചു. അതൊന്നുമില്ല ശേഖരേട്ട, സിറ്റിയിലെ വൈശാഖൻ്റെ ഒരു പുതിയ പ്ലോട്ട് നോക്കിയിട്ടുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇന്നതിൻ്റെ രജിസ്ട്രേഷനും മറ്റും ആയിരുന്നു. അപ്പോൾ പിന്നെ ഇതുവരെ വന്ന സ്ഥിതിക്ക് നിങ്ങളെയും കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി. എന്നിട്ട് വൈശാഖനും മിത്രയും വന്നില്ലല്ലോ. അത് പറയാതിരിക്കുകയാണ് ഭേദം. മിത്ര ഇപ്പോൾ UK-യിലാണ്. കഴിഞ്ഞ 1 വർഷമായി അവിടെ പോയിട്ട്. ഇവിടെ ഞങ്ങളും വൈശാഖനും കുഞ്ഞും മാത്രം. ഈ പൊടി കുഞ്ഞിനെ ഇട്ടിട്ട് ഇവൾക്ക് UK-യിൽ പോകേണ്ട എന്താവശ്യമുണ്ടായിട്ടാ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ശേഖരന്. ശേഖരേട്ടൻ എന്ത് വർത്തമാനമായി പറയുന്നേ? ഞാൻ എൻ്റെ മോളെ ഇത്രയും പഠിപ്പിച്ചത് അടുക്കളക്കാരിയായി വീട്ടിലിരുത്താനല്ല. അവൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യട്ടെ. അല്ലാതെ അഷ്ടിക്ക് വകയില്ലാത്തടത്ത് നിന്ന് കെട്ടിക്കൊണ്ട് വന്ന കെട്ടിലമ്മയെ പോലെ ഇവിടെ ഓരോരുത്തരും വാഴുന്നില്ലേ? അവൾ സ്വന്തമായി അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. കൺമണിയെ നോക്കി രൂക്ഷമായാണ് അവർ അത് പറഞ്ഞത്. ദേ തള്ളേ, ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ വായിലിരിക്കുന്ന മുഴുവൻ നിങ്ങൾ കേൾക്കും. എൻ്റെ കൺമണിയെ കല്യാണം കഴിച്ച് കാശിയേട്ടൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അഷ്ടിക്ക് വകയില്ലാത്തടത്ത് നിന്ന് എന്ന് നിങ്ങളോട് ആരോ പറഞ്ഞത്? ഓ പിന്നെ, രാജകൊട്ടാരത്തിൽ നിന്നല്ലേ അവൾ എവിടേക്ക് കെട്ടിയെടുത്തത്? എല്ലാം കേട്ടുകൊണ്ട് നിന്ന കൺമണിയുടെ കണ്ണ് നിറഞ്ഞു. തങ്കം, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. അതും കാശിയില്ലാത്ത ഈ അവസരത്തിൽ അവൻ്റെ ഭാര്യയെ പറ്റി പറയാൻ നിനക്ക് എന്താ അവകാശമുള്ളത്? ഇനി എൻ്റെ മോളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് നിൻ്റെ വായിൽ നിന്ന് വീണാൽ നിന്റെ കരണ അടിച്ചു പോകുകയും ഞാൻ. ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന ശേഖരനെ ആദ്യമായിട്ടായിരുന്നു തങ്കം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ അടി കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്തായാലും നാത്തൂനെ കാണാൻ വന്നിട്ട് അടിയും കൊണ്ട് പോകേണ്ട അവസ്ഥ എനിക്കുണ്ടാകാതെ ഞാനങ്ങ് പോയേക്കാം. സ്വന്തക്കാരാണ്, ബന്ധുക്കളാണെന്ന് പറഞ്ഞ് വന്നതുകൊണ്ടല്ലേ ഇത്രയും കേൾക്കേണ്ടി വന്നത്. ജഗേട്ട, നമുക്ക് പോകാം. എന്നാൽ എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരണേ ശേഖരേട്ട. ശേഖരൻ്റെ മുന്നിൽ മാത്രം എന്താ ഇവൾ തിരിച്ചു പറയാതെ പോകുന്നതെന്ന്. ശേഖരൻ നേർമയായി ചിരിച്ചു. മുൻപ് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിനക്ക് തന്നെ ചോദിച്ചാൽ എന്താ? ഒരുപാട് തവണ ഞാൻ ചോദിച്ചു മുഷിഞ്ഞതാണ്. ഇനി അവൾ പറയട്ടെ, എന്തെങ്കിലും പറയുന്നെങ്കിൽ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കൂട് പുറത്തേക്കെടുത്ത് കൺമണിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഞാൻ മനസ്സറിഞ്ഞ് തരുന്നതാണ്. എന്നും നിനക്ക് നന്മയേ ഉണ്ടാകൂ. തങ്കം പറയുന്നതൊന്നും മോള് കാര്യമായി എടുക്കണ്ട. എന്നാൽ പിന്നെ ഇറങ്ങട്ടെ. പഴകിയ ഓടിട്ട വീടാണ് വിശ്വത്തിൻ്റേത്. അച്ഛൻ ഉറങ്ങുന്ന മണ്ണായതുകൊണ്ട് അവിടം വിട്ട് പോകാൻ അമ്മയ്ക്ക് വിഷമമാണ്. അതുകൊണ്ട് തന്നെ കുറ്റപ്പണികൾ ചെയ്ത് അവിടെ താമസിക്കുന്നു. കാറിൽ നിന്നിറങ്ങുമ്പോൾ ആ വീട്ടിൽ ആൾ താമസം ഇല്ലാത്ത പോലെയാണ് തോന്നിയത്. കാശിയുടെ മനസ്സിൽ അപായ സൂചന മുഴങ്ങി.
മുന്നോട്ട് നടക്കുന്തോറും കാലുകൾക്ക് ഭാരം അനുഭവപ്പെട്ടു. ചതഞ്ഞരഞ്ഞ ഇലകൾ മുകളിലൂടെ നടക്കുമ്പോൾ മനസ്സ് പട്ടത്തേക്കാൾ വേഗത്തിൽ പാറിപ്പറന്നു. ജിതിൻ്റെ ഉള്ളിലും എന്തൊക്കെയോ അപായ സൂചനകൾ മുഴങ്ങി. ഡോർബെല്ലടിച്ച് നിൽക്കുമ്പോൾ അത് തങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുമെന്ന് ഉറപ്പില്ലായിരുന്നു. എങ്കിലും ഏറെ നേരം കാത്തുനിന്നു. ഒടുവിൽ ഭാരം നീങ്ങുന്ന കാലുകളുമായി കാറിനടുത്തേക്ക് നടക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നിന്നും ആരൊക്കെയോ തങ്ങളെ ശ്രദ്ധിക്കുന്ന കണ്ടത്. ഇവിടെ താമസിച്ചിരുന്ന അമ്മയും മോളും. സാറന്മാർ പോലീസിൽ നിന്നാണോ? അല്ല, ഞങ്ങൾ വിശ്വത്തിൻ്റെ കൂട്ടുകാരാണ്. ആണോ? ആ കൊച്ചനിപ്പോൾ എവിടെയാ സാറേ? ജീവനോടെ ഉണ്ടോ? അതോ ആ രാക്ഷസന്മാർ അവനെ കൊന്നോ? തുടരും. വോയിസ് ചെയ്യുമ്പോൾ പലപ്പോഴും അക്ഷരപ്പിശാച് വരുന്നുണ്ട് കൂട്ടുകാരെ. ധൃതിയിൽ വായിച്ചു പോകുന്നത് കൊണ്ട് സംഭവിച്ചു പോകുന്ന തെറ്റുകളാണ്. മോള് 10ാം ക്ലാസ്സിലാണ്. മാത്സ് പരീക്ഷയാണ്. കൂടെ തന്നെ വേണം. അതിൻ്റെ തിരക്കുകൾക്കിടയിൽ വോയിസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും മനസ്സിലാക്കി കൂടെ നിൽക്കണേ. ഇന്നു മുതൽ ഞാൻ സ്റ്റോറി മുടങ്ങാതെ തന്നേക്കാം.